വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പൊ ഞാനിന്ന് ഭയങ്കര സന്തോഷത്തില. പക്ഷെ ഈ വീഡിയോ ഞാനിടാൻ വളരെ ലേറ്റ് ആയി പോയി. സോ അതൊന്നൊരു സാരമേ അല്ല അല്ലേ? ലേറ്റ് ആണ് ഗായ്സ്, ലേറ്റസ്റ്റ് ആയി വരിക അല്ലേ? അതെ, അങ്ങനെ പറയണേ കുറേ കേട്ടോ. അപ്പൊ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അത് വെറും ഒരു അൺബോക്സിങ് വീഡിയോ അല്ല, പിന്നെ മോസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഗായ്സ് നമ്മുടെ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്കൊരു മോസ്റ്റ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഓൾറെഡി നമ്മുടെ വാവാറ്റിക്കാണ് ഈ ഗിഫ്റ്റ് വന്നിരിക്കുന്നത്. വാവാറ്റി ഓൾറെഡി ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ വാവാറ്റി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ആഗ്രഹം തോന്നി, ഞാനും ഒന്നും കൂടി അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് ആർക്കായാലും എന്തൊരു സാധനം വന്നാലും അത് ഞങ്ങളുടെ 3 പേരുടെയും കൂടിയാ. എന്റെ നിന്റെ എന്നുള്ളൊരു സംഭവം ഞങ്ങളുടെ ഇടയിലില്ല. പക്ഷെ സൂക്ഷിക്കുമ്പോ ഒരാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി പൊതുവായിട്ടൊരു സൂത്രം ഉണ്ടെങ്കിൽ അതാരും സൂക്ഷിക്കില്ല, അവിടെ എവിടെയൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ആയിപ്പോ. പക്ഷെ എന്റെന്നൊരു ലേബൽ ഉണ്ടെങ്കിൽ അത് അവന്റെ ആട്ടോ, അങ്ങനെ പറയും. ഞങ്ങൾ പക്ഷെ ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ അവിടെ സൂക്ഷിക്കാൻ ഒരാളും ആകും, എല്ലാരും ഉപയോഗിക്കുകയും ചെയ്യും. ഒരു എന്താ പറയാ, അത് തന്നെ ക്യാമറ നമ്മളൊക്കെ എടുക്കും. പക്ഷേ കുഞ്ഞാറ്റിയാണ് മോസ്റ്റ് ഞാനാണ് അതിനെ ശുശ്രൂഷിക്കുന്നത്, നോക്കുന്നതൊക്കെ. അപ്പൊ അവരുടെ ആന്നുള്ളൊരു പേരും ഉണ്ട്, പക്ഷെ നമ്മളെല്ലാവരും ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മുടെ ജ്യോതിഷ് എന്ന് പറയുന്ന ഒരു ചേട്ടായി നമ്മുടെ വാവാറ്റയ്ക്ക് മോസ്റ്റ്, അതായത് നമുക്ക് ഇത്രയും നാളായിട്ടും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതില് ഏറ്റവും എക്സ്പെൻസീവും അതുപോലെ തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഓൾറെഡി നമ്മുടെ നമ്മുടെ വാവാറ്റിന്റെ യൂട്യൂബ് ചാനൽ ആദിയാസ് വ്ലോഗ് ഡയറി എന്നാണോ അല്ലേ പേര്? അതായിരുന്നു ആദ്യം. പേര് എടുത്തിട്ട് വാറ്റി ആദ്യ റോൺജൻ എൻസാന്ന് മാത്രം ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ ചാനലിന്റെ പേരിലാണ് ഞാൻ വ്ലോഗ് ഇട്ടുള്ളത്. അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഈ മോസ്റ്റ് എക്സ്പെൻസീവ് സാധനം, എന്താണ് മോസ്റ്റ് വാല്യുബിൾ, മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് മോസ്റ്റ് സാധനമാണ് ഗായ്സേ. ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത സാധനമാണ് ഇപ്പൊ എന്റെ ഫ്രണ്ടിലിരിക്കുന്നത്. സ്വപ്നത്തിൽ പോലും ഞാൻ ഓരോരുത്തരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സാധനം നമുക്ക് കിട്ടിയെന്ന് പറയുമ്പം ഇത് കിട്ടി. ഇത് വേറൊരു കാര്യമാണ്, വാവാറ്റയ്ക്ക് വരുന്ന സാധനങ്ങളൊക്കെ എന്റെ കയ്യിലാണ് കിട്ടാറ് കേട്ടോ. അത് അങ്ങനെ ആകും. അന്ന് വാവാറ്റ ഉറങ്ങുന്ന സമയത്താണ് ഇത് വന്നത്. അതുപോലെ വാവാറ്റയ്ക്ക് ക്യാമറ വന്ന സമയത്ത് അതും വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് വാര കുളിക്കുമായിരുന്നു. അപ്പോഴും ഞാനാണ് പോയിട്ട് അത് വാങ്ങിയത്. അതാണ് ഒരു രസം എന്ന് പറയുന്നത്. പക്ഷെ കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കേണ്ടതും കൂടി ഒരു ചുമതലയാണല്ലോ. കയറി പിന്നെ തുറന്ന് നോക്കിയപ്പോ അയ്യോ എന്റെ കണ്ണു തള്ളിപ്പോയി. ദൈവമേ, ഇപ്പോഴും കൂടി എനിക്കത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു സ്വപ്നത്തിലാണോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അത്ഭുതം. അത്രയ്ക്ക് മോസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, മോസ്റ്റ് നമുക്ക് ഉപകാരപ്രദവും കൂടി. അതെന്ന് പറയുമ്പോ നമുക്ക് വിചാരിക്കാനേ പറ്റുന്നില്ല. അപ്പൊ എന്താണ് ആ സാധനം എന്ന് നോക്കണ്ടേ? അപ്പൊ ഇത് കണ്ടോരൊക്കെ ഉണ്ടാവാം. ഒന്നും കൂടെ കാണേ. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലായാലും എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവര് വാവാറ്റേന്റെ പൈങ്കിളിന്റെ മമ്മേന്റെ ഒക്കെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവരായിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെ ഫാനായിരിക്കും. പക്ഷെ എന്റെ വീഡിയോസ് മാത്രം വാച്ച് ചെയ്യുന്നവരുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ഗായ്സ് ഉണ്ടാവും. വാവാറ്റിന്റെ വീഡിയോസ് മാത്രം വാച്ച് ചെയ്യുന്നവരുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഗായ്സിനൊന്നും ചിലപ്പം ഇത് കിട്ടിയത് അറിയാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇത് എന്ത് സാധനമാണെന്ന് എല്ലാരും അറിയിക്കാൻ വേണ്ടി പോവാണ്. എന്താ പറയാ, എന്തോ ഒരു പേര് പറയില്ല അതിന്, അതന്നെ. അപ്പൊ ഞാന് അത് അറിയിക്കാൻ വേണ്ടി പോവാണ് എന്താണ് ആ സൂത്രം എന്ന്. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പൊ തന്നെ ഗായ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവോ? ഞാൻ സത്യം പറയട്ടെ, ഇത് കയ്യിൽ കിട്ടിയ പാടെ തുറന്നു നോക്കിയപ്പോ ഞാനത് ഫോൾഡാന്നോ ഞാൻ ഓർത്തത്. ഫോൾഡൊക്കെ മോസ്റ്റ് അല്ലേ എന്റെ ഗായ്സേ? മോസ്റ്റ് ബിഗ് മോസ്റ്റ് ആണ്. ഫോൾഡോ ഭയങ്കര ആഗ്രഹമായിരുന്നു. പൈങ്കിളിയാണ് മോസ്റ്റ് ഫോൾഡിന്റെ ഫാൻ. എപ്പോഴും ഞങ്ങൾ എന്ത് ഫോണിന്റെ വരുവാനും പറയില്ല, ഫോൾഡിന്റെ എത്ര വരില്ല, ഫോൾഡിന്റെ എത്ര വരില്ല, ഫോൾഡിന്റെ എത്ര വരില്ല. അപ്പൊ ഞാൻ
പറയേ ഫോൾഡിനോട് പോകാൻ പറയാന്ന് പറയട്ടോ, വെറുതെ പറയുന്ന. പക്ഷെ ഫോൾഡ് മോസ്റ്റ് ആണ്. ഇതും കൂടി കണ്ടപ്പോ ഓർത്തു ഉറപ്പ് ഫോൾഡ് തന്നെയാണ്, ഫോൾഡ് തന്നെയാന്ന് ഓർത്തില്ല. അത് നോക്കണ്ടേ, അത് വാവാറ്റ അൺബോക്സ് ചെയ്തത് നമ്മുടെ കയ്യിലെ വേർപ്പും കാര്യങ്ങളൊക്കെ. അതെ അതെ, വൈറ്റ് ഒക്കെ ബ്ലാക്ക് ആവും. അതെ. അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് മനസ്സിലായോ എന്താ സൂത്രം എന്ന്? ഞാൻ കാണിച്ചു തരാം എന്താന്ന് കേട്ടോ. വേറെ ഒന്നുമല്ല ഗായ്സേ, നമ്മുടെ മാക്ബുക്ക് എയർ ആണ്. അപ്പൊ മോസ്റ്റ് എക്സ്പെൻസീവ്, മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ എന്തൊരു സാധനം നമുക്ക് ആര് തരണമെങ്കിലും അവർക്കൊരു നല്ലൊരു മനസ്സ് വേണം. എങ്കിലാണ് നമുക്കത് കൊടുക്കാനായാലും കൊടുത്തിട്ട് അവരത് ഉപയോഗിക്കുമ്പോഴായാലും ആ സന്തോഷം അതിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാന് നമ്മുടെ ജ്യോതിഷ് ചേട്ടനോട് ഒരുപാട് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. കാരണം ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫോണിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വീഡിയോ എടുത്തിടുക, അതിൽ വന്നിട്ട് ഒരുപാട് കമന്റുകളും അതുപോലെ തന്നെ മോശമായിട്ടുള്ള കമന്റ് ആയാലും നല്ലതായിട്ടുള്ള കമന്റ് തരാനും എല്ലാവർക്കും കമന്റ് തരാൻ പറ്റും. പക്ഷെ അതിന്റെ ബാക്കിലിരുന്ന് നമ്മൾ കഷ്ടപ്പെടുന്നത് അത് ഓരോരുത്തരും ഒരു ചെറിയ ക്ലിപ്പാണെങ്കിലും ഓരോ ക്രിയേറ്റേഴ്സും ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോസ്. അപ്പൊ നിങ്ങൾ പറയാം ഇതെന്ത് വീഡിയോ കാണാൻ പറയും. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവര് മെനക്കെടുന്നത് ഒരുപാട് ടൈം അവിടെ പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഫോൺ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ചൂടാവും, പെട്ടെന്ന് ബാക്ക് ആവും. എഡിറ്റ് ചെയ്ത് വെച്ചാൽ എന്റെ എത്ര പ്രാവശ്യം എന്റെ ബ്ലോഗ് ഞാൻ ലാസ്റ്റ് വരെ എഡിറ്റ് ചെയ്ത് വെക്കും. ഫോൺ ചൂടായിട്ട് മുഴുവൻ അങ്ങ് ബ്ലാക്ക് സ്ക്രീൻ ആയിട്ട് പിന്നെ കാണില്ല. പിന്നെ ഞാൻ ഡ്രാഫ്റ്റ് ഉണ്ടെന്ന് എടുത്ത് പോയി ചെക്ക് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് 8ന്റെ പണിയല്ലേ, 10-1 മണിക്കൂറിന്റെ ഒക്കെ വീഡിയോ ആയിരിക്കും. അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിൽ ഡബ് ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്ത് വെച്ച് എഫക്റ്റും അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ മുഴുവൻ പോകുന്നത്. നല്ല പണിയല്ലേ? അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇല്ലാതിരിക്കുമായിരുന്നു. എന്താ പറയാ, ദൈവം, അയ്യോ സത്യം തന്നെ ദൈവത്തിനോട് മോസ്റ്റ് ആയിട്ട് താങ്ക് യു സോ മച്ച് ഞാൻ പറയാണ്. അപ്പം എന്താ പറയാ, സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഇത് വന്നത്. അത് തന്നെ. അപ്പൊ നമ്മുടെ മോസ്റ്റ് മാക്ബുക്ക് ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നമ്മുടെ മാക്ബുക്ക് എയർ ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ M4 ചിപ്പാണ്, 16 GB മെമ്മറിയാണ്, 512 GB സ്റ്റോറേജും. മോസ്റ്റ് അല്ലേ? പോടാ, മോസ്റ്റ് 13 ഇഞ്ച് മാക്ബുക്ക്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ഇതുണ്ടല്ലോ, നമ്മുടെ മാക്ബുക്ക് ആണ് ഗൈസ് എന്റെ ഫ്രണ്ടിലിരിക്കുന്നത്. അയ്യോ, അപ്പൊ ഇനി ഇവനില്ലാത്താണ് നമ്മൾ കലാവൃത്തി ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാവാറ്റ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സെറ്റപ്പ് ചെയ്യാന്ന് ഓർത്തോണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ചെയ്യണ്ട, വാവാറ്റയ്ക്ക് ക്യാമറ ആണെങ്കിൽ എടുക്കണമെങ്കിൽ മാക്ബുക്ക് റെഡിയാക്കിയാലാണ് ക്യാമറയും കൂടെ അകത്തേക്ക് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ വ്ളോഗ്. ക്യാമറ ഇല്ലേ നമ്മുടെ ജ്യോതിഷ് ചേട്ടൻ തന്നെയാണ് നമ്മുടെ വാവാറ്റയ്ക്ക് നമ്മുടെ DG പോക്കറ്റ് 3 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മോസ്റ്റ് ആണ്. അപ്പം അത് ഈ നമ്മുടെ ഈ മാക്ബുക്ക് സെറ്റാക്കി കഴിയുമ്പം നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ മാക്ബുക്കിൽ ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. മോസ്റ്റ് യൂസ്ഫുൾ. അപ്പം എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അത്രയും മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത്. അത് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 16 GB മെമ്മറി, 512 GB സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത്, റോം. അപ്പൊ എത്രമാത്രം സ്റ്റോറേജ് നമ്മുടെ മാക്ബുക്കിൽ ഉണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മോസ്റ്റ് ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ ഇനി മുതൽ ഇതിനകത്താണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാം തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ പോകുന്നത്. നമ്മൾ ഈ കണ്ട ആപ്പിയൊക്കെ കളികളൊന്നും അത് നടക്കൂല. മോസ്റ്റ് ആയിട്ടുള്ള ആപ്പിയൊക്കെ അപ്പുറത്തെ സ്റ്റേജാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം തുറക്കല്ലേ? അപ്പൊ നമുക്ക് ഇവന് ഐശ്വര്യ അപ്പം ഞാൻ തുറക്കുവാണേ. ഓൾറെഡി മുകളിലേക്ക് 1 2 3 ഗോ. ഈ ആപ്പിളിന്റെ ചിഹ്നം കാണുമ്പോ തന്നെ എനിക്ക് എന്തോ ഞാറപ്പല്ലല്ലോ, എനിക്ക് രോമാഞ്ചം വരും. ഇത് കണ്ടോ എന്റെ ദൈവമേ, എനിക്ക് വയ്യോ. നല്ല മോസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് വലിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അമ്പടാ, അയ്യോ നല്ല തണുപ്പ്. നല്ല തണുപ്പാണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി തണുപ്പ്. അപ്പൊ ഇവൻ ഇവിടെ ഐശ്വര്യമായിട്ടിരിക്കട്ടെ. ദൈവമേ, ഇവിടെ ഫുള്ള് കല്ല് മുള്ളുവാണ്. എന്റെ ഭഗവാൻ, അവിടെ നിലത്തെങ്ങാനും വീണാല് പിന്നെ നോക്കണ്ട. നമ്മൾ അതേപോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മള് സൂക്ഷിക്കുന്നത്. എന്റെ ക്യാമറ ആണെങ്കിലും എന്റെ ക്യാമറ സത്യം എന്റെ ഈ കൈന്റെ ഉള്ളിൽ എനിക്ക് ചുരുട്ടി വെച്ചാണ്. ഞാനാണെങ്കിലുണ്ടല്ലോ ഗ്ലൂ ഇട്ടിട്ടാണ് ക്യാമറ പിടിക്കുന്നത്. കാരണം എനിക്ക് നമ്മുടെ DG കിട്ടിയ സമയത്ത്
എന്റെ കാഴ്ച സത്യം പറയല എനിക്ക് പേടിയായിരുന്നു. എന്റെ കൈ വേർക്കുമായിരുന്നു ഇവനെ എടുക്കുമ്പോ. പിന്നെ അത് എടുത്തെടുത്ത് അവനോട് ക്യാമറ ഫ്രണ്ട്ലി ആയി എന്ന് പറഞ്ഞ പോലെ ക്യാമറ ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ എനിക്കിപ്പോ എനിക്ക് ഈ കൈനോട് കൈൻ്റെ ഉള്ളിൽ എന്റെ വായിന്റെ ഉള്ളിൽ ഞാൻ ഇടും, എന്റെ കൈൻ്റെ ഉള്ളിൽ വെക്കും ഞാൻ. കഴിക്കാൻ പറ്റില്ല, അതന്നെ അത്രയും കുഞ്ഞ് സൂത്രമാണ് നമ്മുടെ ക്യാമറ. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ട് മ്യൂട്ടാണ്. അതന്നെ ഇവന്റെ ഈ രൂപം കാണുമ്പോ നമ്മളൊക്കെ ഒരു വലിയ ജീവിയാണ്, പക്ഷെ എല്ലാം അഴിച്ചു കഴിയുമ്പോ അവന് ഇത്രേ ഉള്ളൂ. അപ്പൊ ഗായ്സ് അപ്പൊ നമുക്ക് ലാസ്റ്റ് ഉറക്കാട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ എന്നൊക്കെയാ വന്നേക്കെന്ന് നോക്കാവേ. ഇതിന്റെ കൂടെ ശരിക്കും വന്നിരിക്കുന്നത് നമ്മുടെ ചാർജറിന്റെ വള്ളിയാണ് കേട്ടോ. ബ്ലാക്ക് ആവും ചേച്ചി. അതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഇതാണ് നമ്മുടെ അഡാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എടുത്തൊന്ന് കാണിച്ചു തരാട്ടോ. കേട്ടോ, ഇതാണ് നമ്മുടെ അഡാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളത് ഇവിടെ കീറി കളയൊക്കെ വേണം. പിന്നെ ഞങ്ങളതൊന്നും തൊട്ടിട്ടില്ല, അതൊക്കെ പിന്നെ ചെയ്യാന്ന് ഓർത്തിട്ടാണ്. കാരണം നമ്മളത് ഉപയോഗിക്കാൻ പോലും എടുത്തിട്ടില്ല, വീഡിയോ ഓടിക്കാൻ മാത്രമല്ല അവർ എടുത്തുള്ളൂ. അപ്പൊ ഇത് വന്നിരിക്കുന്ന നമ്മുടെ മാക്ബുക്കിന്റെ ഇത് മൂടി വെക്കാനായിരിക്കും. എന്റെ ഉള്ളൊരു ബുക്ക് ഉണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. മറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വൈദ്യം ഒന്നും ഉണ്ടാവില്ല. അയ്യോ അതവിടെ പോയിട്ട് അത് നമ്മളൊന്നെടുത്തിട്ട് ബോക്സിന്റെ ഉള്ളാന്ന് എനിക്ക് തോന്നുന്നു. ഇതിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട് കൈ, എന്ത് വെച്ചാലും പിന്നെ അവിടെ കാണില്ല. ഇവിടെ അതാ ഇവിടെ എന്ത് സാധനം ഞാനിപ്പോ ഇത് എടുത്തിട്ടവിടെ വെച്ചോ പിന്നെ കാണില്ല. പിന്നെ നമ്മൾ ഏതൊക്കെ ദൈവത്തിനെ വിളിക്കണം അത് തപ്പി പോകുമ്പോ അന്ന് മിനിഞ്ഞാന്നങ്ങാണ്ട് കാണാതായ എന്തെങ്കിലും അത് കിട്ടും, പക്ഷെ ഇത് കിട്ടൂല. പിന്നെ പ്രാർത്ഥിച്ച് ഏതെങ്കിലും കാലത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് കിട്ടും. അതാണ് അതിന്റെ ഒരു ചടങ്ങ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നമുക്ക് ഇവനെ അങ്ങ് തുറക്കാട്ടോ. ഇവനാണല്ലോ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്. അതെ, നമ്മുടെ ഹീറോയിനാണ് നമ്മൾ ആദ്യം തുറക്കേണ്ടത്. മമ്മയെ വെച്ച് ഭയങ്കര സൊറവറച്ചിലാണേ. അയ്യോ കണ്ടത് ആണോ? അയ്യോ ബാബു നോക്കോ ഗായ്സ്, ഇതാണ് അതല്ല എനിക്ക് കടിച്ചു കഴിക്കാൻ തോന്നുന്നു. അപ്പൊ നമ്മുടെ ഇതാണ് മോശമായി കടിക്കാൻ തോന്നുന്നത്. ആരോ കടിച്ചോണ്ട് പോയതാണ് ചിഹ്നം. അവിടെ തൊട്ട് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ വേർപ്പുള്ളതുകൊണ്ട് തന്നെ അവസ്ഥയാണ് കേട്ടോ. നമ്മുടെ ആപ്പിള് കാണുമ്പോ തന്നെ എന്താ പറയണ്ടേ, എന്തോ ഒരു ഇതില്ലേ നമുക്ക്. ഇങ്ങനെ തണുപ്പുണ്ട്, എനിക്കാണ് ആവി എടുക്കുന്നുണ്ട് കേട്ടോ. വന്നിരിക്കുന്നത് ഇത് സിൽവറും അല്ല ഗോൾഡനും അല്ലാത്തൊരു ടൈപ്പ്. ഇങ്ങനെ നോക്കുമ്പോ ഗോൾഡൻ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ വെക്കുമ്പോ സിൽവർ ആണെന്ന് തോന്നുന്നു. കളറാണ് എനിക്കൊന്ന് ഗോൾഡൻ സിൽവർ ആണോ അപ്പൊ തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ അങ്ങോട്ട് അയ്യോ എന്റെ ഫ്രണ്ടിലായിരുന്നോ നേരത്തെ അവിടേക്കാണ് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാലോ ഗൈസേ, നമുക്ക് സത്യം അങ്ങ് തുറക്കാട്ടോ. അമ്പാ എടാ ശരിക്കും എന്നെ കാണുന്നുണ്ടടാ അതിനകത്ത് ലൈറ്റായിട്ട്. ചിരിച്ചോണ്ടിരുന്നോ? എവിടെ ഇവന് ഇതുവരെ സെറ്റപ്പ് ആക്കിയില്ല. അതിന്റെ വിഷമം അവന് ശരിക്കും ഉണ്ട് കേട്ടോ. സത്യം വിഷമിക്കണ്ട കുഞ്ഞ്, നിന്നെ ശരിയാക്കിയിട്ട് നിന്നെ ഞങ്ങള് മോശം റെസ്റ്റ് എടുക്കാതെ തന്നെ പണിയെടുപ്പിച്ചോളാം. ബാല വരെ ചെയ്യിപ്പിക്കും. അതന്നെ. ഹലോ, നമ്മുടെ ഒരുപാട് ലാംഗ്വേജസിൽ നമ്മുടെ മാക്ബുക്ക് എയർ പറയുന്നുണ്ട് നമ്മുടെ അടുത്തിട്ട്. അപ്പം സിറിയും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് സംശയം ഉണ്ടായാലും നമ്മുടെ സിറിന്റെ അടുത്ത് ചോദിക്കാം. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി സിറി നമ്മളോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സിറിനെ നമ്മൾ അനുസരിച്ചില്ല. കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെറുത് മാത്രം. ഇനിയിപ്പോ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. എന്തൊക്കെ നമുക്ക് ചെയ്യാനും പഠിക്കാനുള്ളത്? നമുക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുക്കണം, അതുപോലെ തന്നെ അത് പഠിക്കണം, പിന്നെന്താണ് ലോഗിൻ ചെയ്യണം. അങ്ങനെ കുറെ പരിപാടികൾ. ഇവനുമായിട്ടൊരു മാക്ബുക്ക് ഫ്രണ്ട്ലി ആവണം. എന്നാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കുന്ന അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ഞാനിപ്പോ വലിയ ആളായി, മനസ്സിലായല്ലോ. മാക്ബുക്ക് ആ വലിയ ആളുടെ വലിയ പക്ഷെ ഒന്ന് അഹങ്കരിക്കട്ടെ ഞാൻ. എന്റെ അഹങ്കാരം എല്ലാവരും ഒന്ന് കണ്ടോട്ടോ. എന്ത് പ്രശ്നം? കുറച്ച് ബിസിയില്ല. ഹലോ, അതെ എനിക്കിപ്പോ സമയമില്ല. ശരി. എന്താ ഇവിടെ നിക്കുന്നേ? ഇപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര ബിസിയാണ്. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലീസ് ഒന്ന് ഇല്ല ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അയ്യോ അതിലൊന്നും തൊടാൻ പാടില്ല. കാരണം തൊടാൻ പാടില്ല. അത് മാക്ബുക്ക് എയർ ആണ്. ഡോണ്ട് ടച്ച്. ഓക്കെ, ഇത് ഞാൻ അതേപോലെ കെയർ ചെയ്യുന്നതാണ്. സ്ക്രാച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപരിഹാരം തരേണ്ടി വരും. സോറി, അതേപോലെ കെയർ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫോം തന്നായിരുന്നു. എന്ത് ആപ്ലിക്കേഷൻ ഫോം?
അതൊക്കെ നിങ്ങൾ അക്ഷയെ കൊണ്ട് കൊടുക്കൂ, ഇങ്ങോട്ട് വരല്ലേ പ്ലീസ്. ഇവിടെ മാഡം ഒന്ന് ശരിയാക്കി തരുമായിരുന്നെങ്കിൽ. ഓ ഇവരെ കൊണ്ടൊക്കെ എന്തൊരു കഷ്ടമാണ്. ഓ സെക്യൂരിറ്റി എവിടെ? ഇവരെ പിടിച്ചത് പുറത്താക്കൂ. വിടണോ വീട് മാഡം പ്ലീസ് മാഡം. അപ്പൊ നമ്മുടെ അടുത്ത് ലാംഗ്വേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്റെ അഹങ്കാരം അപ്പൊ നമുക്ക് അതന്നെ സീരിയൽ നമുക്ക് ആണിന്റെ പെണ്ണിന്റെ ശബ്ദത്തിലേക്കൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. നമുക്ക് കണ്ടത് ഇംഗ്ലീഷ് യുകെ ആണോ ഇംഗ്ലീഷ് ഹിന്ദി ആണോ സെലക്ട് ചെയ്യണ്ടേ? ഏതായാലും ഇംഗ്ലീഷ് അല്ലേ. അപ്പൊ ഗായ്സേ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനോ നീറ്റാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ലൈറ്റ് തിളങ്ങുമായിരുന്നല്ലോ. ലൈറ്റ് ഓൾറെഡി തിളങ്ങിയാൻ തോന്നുന്നു ഗായ്സ് ഇരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പൊ എന്താ നോക്കട്ടെ ഞാൻ ലൈറ്റ് തിളങ്ങി തന്നെ ആട്ടോ ഇരിക്കുന്നത്. എന്താ പറയാ ഇപ്പൊ ഡേ ടൈം ആയതുകൊണ്ടാണ് ലൈറ്റ് തിളങ്ങിയത് കാണാത്തത്. അപ്പൊ നമുക്ക് നോക്കി ഇവിടെ ഫിംഗർ ഉണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് ഫിംഗർ പ്രിന്റ് ഒക്കെ സെറ്റ് ആക്കണം. ഇതുവരെയായിട്ട് ഇവനൊന്ന് സെറ്റപ്പ് ചെയ്ത് തുറന്ന് നോക്കിയിട്ടില്ല. ബിക്കോസ് ഓഫ് മീ. ഓക്കെ lots of videos to edit and pass. Yeah, so I can't take this MacBook video, so I am really very busy about that. Yeah, don't worry baby, now we are taking. Yeah. അപ്പൊ നമ്മള് നമ്മുടെ മാക്ബുക്കിനെ മോസ്റ്റ് ആയിട്ട് പറഞ്ഞ അപ്പൊ അങ്ങനെ ഒരു ഇംഗ്ലീഷ് പറയാം. എന്താ ഗായ്സേ കൊച്ചിന്റെ ഇംഗ്ലീഷ് കേട്ടാലുണ്ടല്ലോ. അങ്ങനെ എപ്പോഴും പറഞ്ഞൊരു വേണ്ടല്ലോ. I just want to move now. I'm so busy. അപ്പൊ ഗായ്സേ നമ്മുടെ മോസ്റ്റ് ആയിട്ട് നമ്മുടെ മാക്ബുക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് ഓരോന്നായിട്ട് നമുക്കിനി ചെയ്യണം. ഇതിന് റൈറ്റ് ക്ലിക്കും ലെഫ്റ്റ് ക്ലിക്കും ഉണ്ട്. ഇതിന് എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ എനിക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇതുവരെ അറിയില്ല. സത്യം പറയല്ലേ നമ്മുടെ ലാപ്പിലായാലും എനിക്ക് ഈ ടച്ച് ഇല്ലേ ഇവിടുത്തെ ടച്ച് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഈ മൗസ് വേണം. അയ്യോ എനിക്ക് മൗസ് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടല്ല. എനിക്ക് ഇങ്ങനെ തോന്നുന്നതാണ് ഇഷ്ടം. ഭയങ്കര കഷ്ടപ്പാട് പോലെ തോന്നും മൗസ് യൂസ് ചെയ്യുമ്പോ. എനിക്ക് ഏറ്റവും ഫ്രണ്ട്ലി. എനിക്ക് ഈ ടച്ച് വരുമ്പോ പറയാ ചില കാര്യങ്ങൾ തൊട്ടാലാവില്ല. മൗസ് കൊണ്ട് ഇങ്ങനെ കൊറേ ഞെക്കണ്ട. പിന്നെ ഒരു കാര്യല്ലേ നമ്മുടെ ആപ്പിളിന്റെ മാക്ബുക്ക് ആയതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് ആപ്പിൾ ആണല്ലോ. നമ്മുടെ ആൻഡ്രോയിഡ് അല്ലല്ലോ. ആൻഡ്രോയിഡ് അല്ല മറ്റേ വിൻഡോസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇതിനുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ലാപ്പ് യൂസ് ചെയ്യുന്ന പോലെ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇതിനകത്തുണ്ട് നമ്മുടെ ഈ മാക്ബുക്കിൽ. അതുകൊണ്ട് തന്നെ മാക്ബുക്കിനെ ശരിക്കും ഞാൻ ശരിക്കൊന്ന് പഠിച്ച് തല കുഴച്ച് വെക്കേണ്ടതായിട്ടോ ആക്കി വെക്കണം ഗൈസ്. അത് തന്നെ മോസ്റ്റ് അന്ന് പഠിച്ചതിന്റെ ഇന്നാണ് ഞങ്ങൾ സത്യം. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഓർത്തിട്ടില്ല കേട്ടോ വീഡിയോ എഡിറ്റിംഗ് വീഡിയോന്റെ കാര്യം അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് ശരിക്കും ഇപ്പൊ ഒന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ ഉപകാരമായി അല്ലേ. അപ്പൊ ഇനിയാണ് നമ്മള് ഇതിനകത്ത് നമ്മൾ ഇനി മോസ്റ്റ് ആവാൻ വേണ്ടി പോകുന്നത്. സിരിന്റെ അച്ഛൻ അറിയില്ലോ. നേരത്തെ നമ്മുടെ മെയിലായിരുന്നു സംസാരിച്ചു. ഇപ്പൊ ഫീമെയിൽ ആണ്. രണ്ടുപേരും കൂടെ തകർക്കുവാണ് കേട്ടോ. റിട്ടേൺ കീ ഒക്കെ അടിക്കാനാണ് ഗൈസ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാനുണ്ട്. അപ്പൊ ഇനി നമ്മള് മാക്ബുക്കിൽ അങ്ങോട്ട് നമ്മള് സീനോ ഇനി നമ്മൾ മാക്ബുക്കിലായിരിക്കും ഗൈസ് നമ്മുടെ എല്ലാ പരിപാടികളും. ഫോട്ടോ എഡിറ്റിംഗ് ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും എന്ത് എഡിറ്റിംഗ് ആയാലും നമ്മളിനി മാക്ബുക്കിന് ചാർജും കുറവാണ്. പ്രസ് ചെയ്യാനാണ് സെറി പറയുന്നത്. അത് തന്നെ. ഇപ്പൊ ഞാൻ സത്യം പറയില്ല, നമുക്കൊരു തല അറിയത്തില്ല. സോറി മിസ്റ്റർ സിറി, ഞങ്ങളെല്ലാം ശരിയാക്കി വരുന്നതാണ്. നിങ്ങൾ അങ്ങ് പോയേക്കും. അപ്പൊ നിങ്ങളെ കണ്ടോളാന്ന് ഗായ്സ്. ഇപ്പൊ ഞാൻ നൈസിൽ നമ്മുടെ മാക്ബുക്കിനെ ഉറക്കാൻ വേണ്ടി പോവാണ്. ഉറങ്ങി ചാർജ് മുഴുവൻ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനി വിശപ്പിന് അവൻ കൊണ്ടുവന്നപ്പോ മുതൽ ഉറക്കുമായിരുന്നു. അതെ. ഇനിയിപ്പൊ എനിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ അവൻ ഉറങ്ങി വരിയിരുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇത് നമ്മുടെ അടുത്ത് എന്തൊരു സാധനം കിട്ടിയാലും അതെ ഒരുപാട് നാൾ അതിങ്ങനെ അടയിരുത്തുന്നു. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ നമ്മുടെ ക്യാമറ കിട്ടി കഴിഞ്ഞപ്പം ഇത് ഏകദേശം ഒരു എത്ര മാസം ഇരുന്നു മറ്റേ ഏപ്രിലിൽ കിട്ടിയിട്ട് നമ്മള് മാർച്ചിലാണോ ഏപ്രിലാണോ? മാർച്ചിലാണോ? ഏപ്രിൽ ആദ്യമല്ലേ? ഏപ്രിൽ ആദ്യം കിട്ടിയിട്ട് മെയ് ലാസ്റ്റ് ആയിരുന്നു എടുത്തത്. അപ്പൊ അത്രയും നാളെ ഏകദേശം ഒരു മാസത്തിനടുത്ത്
1-2 മാസം 2 മാസത്തിനേക്കാളും കൂടുതൽ നിങ്ങൾ എങ്ങനെയാട്ടെ അവിടെ ഇരുത്തി ഞാൻ, എന്നിട്ടാണ് പിന്നെ എടുത്തത്. നമ്മുടെ ക്യാമ്പ് കിട്ടിയിട്ട് ഇപ്പൊ 1 വർഷം ആവാൻ പോകുന്നു അല്ലേ? 1 മന്തും കൂടെ കഴിഞ്ഞാല് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ട. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള മാക്ബുക്കിന് ഞാൻ അതേപോലെ അങ്ങ് അടയിരുത്താൻ വേണ്ടി പോവാണ്. ഇനി ഇവനകത്തൊന്ന് സൈൻ ചെയ്ത് കുറച്ച് പരിപാടികളുണ്ട് ചെയ്യാൻ കഴിയും അല്ലേ ബാബാറ്റ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ എങ്ങനെയാണോ എടുത്തത് അതേപോലെ തന്നെ എടുത്ത് അങ്ങ് അടയിരുത്തിയേക്കാം. അപ്പൊ ഈ മോസ്റ്റ് ആയിട്ടുള്ള ഈ നമ്മുടെ ഈ മാക് ഇല്ലേ ഇപ്പഴേ അടയിരുത്തുന്ന എന്തിനാ, നിങ്ങള് കാണും ഗൈസ്, നിങ്ങൾ എല്ലാവരും ശരിക്കും കാണും. ഇനിയിപ്പോ ചിലരെ ഓർക്കും നമ്മൾ കാണിക്കുന്ന ഫേക്കാന്നൊക്കെ ഓർക്കുന്നുണ്ടാവും, കാരണം നമ്മളെ വിശ്വാസം ഇല്ലാത്തവരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാലും നോണയെന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നമ്മുടെ മാക് ബുക്ക് ലിപ്സ്റ്റിക് തന്നിട്ടുണ്ട്. മോസ്റ്റ് ആയിട്ട് നമ്മളോട് തുറന്നിട്ടുണ്ട്. എനിക്കിപ്പോ സന്തോഷം കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി പോകും. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ മാക് ബുക്ക് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നതില്. അപ്പൊ ഇനി നമ്മുടെ ലൈഫിൽ ഇവനൊരു പാർട്ടാകാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവനെ ഞങ്ങൾ ഇനി പണിയെടുത്ത് കൊല്ലാനും വേണ്ടി പോവാണ്. അവന് പണിയെടുക്കുന്ന ഇഷ്ടമാണ്, കാരണം ഹാങ് ഒന്നുമില്ല, മോസ്റ്റ് ആണ്, നമ്മുടെ എഡിറ്റിംഗ് പർപ്പസിന് മോസ്റ്റ് യൂസ്ഫുൾ ആണ്. അപ്പൊ മാക് ബുക്ക് ഇതുവരെ ഞങ്ങള് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ. ആപ്പിൾ തന്നെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ത്രില്ല് നമുക്കുണ്ട്. ആപ്പിളൊന്നും കാണിച്ച് കുറെ പേര് പട്ടിഷോ ഞങ്ങളുടെ മുമ്പിൽ കൈ വരെ കൊണ്ടുവന്നിട്ട് എടുത്തോണ്ട് പോയ ടീംസ് ഒക്കെ ഉണ്ട്. ഓർമ്മയില്ലേ? കയ്യില് കൊണ്ട തന്നിട്ട് നീ എടുത്തോന്ന് പറഞ്ഞിട്ട് കയ്യിന്ന് വാങ്ങിക്കൊണ്ട് പോയ ചില ഭാഷകളുണ്ട്. അത് അവരൊക്കെ വീഡിയോ കാണുമ്പോ അവർക്ക് മനസ്സിലാവും ആരെ ഉദ്ദേശിച്ചെന്ന്. കൊണ്ടോളും അതന്നെ, അവർക്ക് ശരിക്കും ഇങ്ങനെ 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 കുത്തിക്കോളും. ചിലർക്കുണ്ട് കുത്താത്തവരും ഉണ്ട്. കുത്തണ്ട സാരല്ല, എനിക്കൊരു കുത്തല്, എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാനുള്ള കാര്യം പറഞ്ഞാണ്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ ഒന്നും കൂടി നമ്മുടെ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുവാണ്. നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ജ്യോതിഷ് ചേട്ടനോട് ഞാൻ ഒരുപാട് താങ്ക് യു സോ മച്ച് പറയാണ്. ആ മനസ്സിനും ഇത് തരാൻ തോന്നിയ മനസ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് ജ്യോതിഷ് ചേട്ടായി. അപ്പം എന്താ പറയാ, ഇനി നമ്മൾ ഇവനിൽ ഇതെല്ലാം സെറ്റ് ആക്കട്ടെ, എഡിറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതാണ്. അപ്പം ഏകദേശം കുറച്ച് സമയം പിടിക്കും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് നമ്മളെ മാക് ബുക്ക് ഫ്രണ്ട്ലി ആയിട്ട് വരാനും, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുക്കാനും എഡിറ്റിംഗ് പഠിക്കാനും. പിന്നെ ഞാനായതുകൊണ്ട് പിന്നെ എല്ലാം പെട്ടെന്നാണ്. പിന്നെ ഞാൻ പഠിച്ചത് കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ മസിലും എന്റെ കഴിവും എനിക്ക് വയ്യ എന്നെ കൊണ്ട് എല്ലാവർക്കും എന്നെ മതി. അപ്പം നമ്മളിനി ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ആയിട്ട് വരും, പേടിക്കണ്ട. എല്ലാരും ഞങ്ങൾ ഞെട്ടിക്കാൻ പോവാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കാരണമാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും തീർച്ചയായിട്ടും എനിക്ക് വേണം. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ മോസ്റ്റ് കരുത്താണ്. നമ്മളെ നിനക്ക് പറ്റും, നീ ചെയ്യും, അതൊക്കെ പറഞ്ഞ നമ്മളെ എന്താ പറയാ, നമുക്ക് ആത്മവിശ്വാസം തരുന്നതെന്ന് പറയുന്നത് മോസ്റ്റ് ആണ്. അപ്പൊ എന്റെ ഗായ്സുകൾ എല്ലാവർക്കും അത് ഒരുപാട് സന്തോഷം ഐഫോണുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊക്കെ സ്റ്റോറേജ് കുറെ ഉള്ളതൊക്കെ തന്ന് സഹായിക്കുക. അങ്ങനെയാണ് ഞാൻ കുറെ വീഡിയോസ് ഇടുന്നതാണ്. കാരണം സ്റ്റോറേജ് ഉള്ളതിനകത്തല്ലേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ. അപ്പൊ തരുമ്പോ മോസ്റ്റ് സ്റ്റോറേജ് ആയിട്ടുള്ളതും മോസ്റ്റ് ആയിട്ടുള്ളത് തന്നു കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ് സന്തോഷമാണ്. ഓക്കെ, അപ്പം മോസ്റ്റ് ആയിട്ടുള്ളത് തരാൻ ശ്രമിക്കുക എല്ലാരും. ഇതൊരു ഭീഷണി വീഡിയോ ആയോ? ഇല്ല, തരുന്നതും തരാത്തതൊക്കെ നിങ്ങൾ അതെ എടുക്കടാ, അതന്നെ വട്ടപ്പേര് പറയടാന്ന് പറഞ്ഞാല്. അപ്പം അതന്നെ തരുന്നതും തരാത്തതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് ഒരിക്കലും കുത്തിന് പിടിച്ച് വാങ്ങാനോ അല്ലെങ്കിൽ താളാന്ന് പറയാനോ തരിപ്പിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. എനിക്കൊരു മനസ്സാണ്. അപ്പൊ ആ മനസ്സൊക്കെ ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് തരാൻ തോന്നിപ്പിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും കൂടി. അപ്പൊ നമ്മളെല്ലാരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് കൂടിയൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? അല്ലാതെ എല്ലാവർക്കും ഇഷ്ടമല്ലാന്നെല്ലാം ഉണ്ട്, പക്ഷെ എങ്കിലും തരാൻ തോന്നിയൊരു ഇഷ്ടം അതൊരു മോസ്റ്റ് അല്ലേ? അപ്പം ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാരും ഇഷ്ടപ്പെടുക ഞങ്ങളെ. അപ്പം നമ്മള് മോസ്റ്റ് ആയിട്ട് എന്താ ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയാൻ നേരത്തെ എന്താ ഉണ്ടാക്കിയത് അടുക്കളയില്? എന്റെയാണ് ചിക്കന്, ചിക്കൻ റോസ്റ്റ് ആണ് എന്റെയാണ്. അപ്പൊ എല്ലാരും ടേസ്റ്റ് ചെയ്തിട്ട് പറയാ എങ്ങനെ.
അല്ല കാരത്തിന്റെ വീഡിയോ വരും അതാ ടേസ്റ്റി ആയിട്ട് എങ്ങനെ എന്താ പറയാ പക്ഷെ കഷ്ടപ്പെട്ട് അരിഞ്ഞുണ്ടാക്കി വെളുത്തുള്ളി ഇഞ്ചി അരച്ചെടുത്ത കറിയാണ്. ഐ മീൻ റോസ്റ്റ് ആണ്. റോസ്റ്റ് കറി എനിക്ക് ഓർക്കും അല്ല എനിക്ക് വേണം എനിക്ക് റോസ്റ്റ് അടിച്ചാൽ സ്മെല്ല് വരുന്നുണ്ടല്ലോ പറഞ്ഞത്. അമ്മേ ചൂടുണ്ടായിരുന്നോ കാര? കൈക്കൊണ്ട് മൂക്ക് പൊള്ളി, മൂക്കിന്റെ അടി മീശ കരിഞ്ഞു. ഓക്കെ അയ്യോ ശരി മീശ കഴിഞ്ഞു. വെറുതെ കരിഞ്ഞു വേണം വളർത്തിക്കൊണ്ടിരിക്കുന്നേട്ടോ. അല്ലടാ വെറുതെ എല്ലാവരും കരിഞ്ഞു വേണം. പോടാ ആടാ നീ എടുക്കുന്നില്ലടാ നോക്ക് ഞരമ്പുണ്ടല്ലോ ഇടയ്ക്ക്. ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞിട്ട് പോണട്ടോ. നിന്റെ എപ്പത്തെ വേർഡ്സ് പറയണം. കിട്ടുന്നില്ലേ? ഓ പങ്ക you see this our MacBook I unbox it. What's up, bro? You see this our MacBook. I don't care. I don't give up. Oh I don't like. What's up? ഇതാണ് പൂർത്തി. അതന്നെ മോസ്റ്റ് ഇംഗ്ലീഷ്. ഗസ്റ്റ് റോളില് വന്ന് പോയി. അതന്നെ അപ്പൊ പങ്ക നന്നായിട്ട് ഫുഡ് മേക്ക് പങ്ക നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഇവിടെ നല്ല കുക്കിംഗ് ആണ്. ഫുഡ് ഉണ്ടാക്കും. പങ്ങനെ വെച്ചാൽ ഉരുളക്കിഴങ്ങ് വറുത്ത് അതൊരു പോയിന്റ് ആണ്. നൂഡിൽസ് ഇല്ലാത്ത നൂഡിൽസ് ഉണ്ടാക്കിയിട്ടില്ല. കോരി തരും വയലേക്ക്. കൊച്ചിന് സ്പെഷ്യൽ ആദ്യം ഉണ്ടാക്കുന്ന എന്തായിരുന്നു? പൊട്ടറ്റോ അല്ലേ? ഉരുളക്കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പങ്കം വറുക്കുന്നതിലാണ് മോസ്റ്റ് ടേസ്റ്റ് ആണ്. പങ്കം വറുത്ത് ഞങ്ങളെ കളർ വെക്കും. ഞാൻ പോയി കാണാൻ നോക്കുന്ന സ്ഥലം അറിയും. അതല്ലേ ഇന്ന് നമ്മള് മോസ്റ്റ് ആയിട്ട് നമ്മള് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാന്ന് ഓർത്തെയാണ്. അപ്പോഴാണ് മാറി തിരിഞ്ഞ് നമ്മുടെ മാക്ബുക്കിലേക്ക് വന്നത്. നമ്മള് സാധനം വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും പിന്നെ നല്ല വിശക്കാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു വീഡിയോ ഒക്കെ പിന്നെ എടുക്കാം, ആദ്യം വിശപ്പിനുള്ളത് നോക്കിയിട്ട് മരം വരുന്നുണ്ട്. അപ്പൊ അതെ അപ്പൊ നമ്മൾ പുറത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് പുറത്തുനിന്ന് നമ്മള് കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ്. കാരണം എന്നോട് ഒരുപാട് എന്റെ ഗായ്സ് ഒക്കെ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മോസ്റ്റ് ആയിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഈ മാക്ബുക്ക് ഒക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മാക്ബുക്കിന്റെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്ന അപ്പൊ അടുത്ത സൂപ്പർ കൂൾ വീഡിയോ കാണാം ഗായ്സ്. എല്ലാവർക്കും ബൈ ബൈ.